ഹായ് നമസ്കാരം. ഓണാട്ടുകര മീഡിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് തേയില ഫാക്ടറിയിലെ തേയില ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തേയില നിർമ്മിക്കുന്ന കുറച്ച് വീഡിയോകളാണ്. നമ്മൾ തേയില ഫാക്ടറി സന്ദർശിച്ചപ്പോൾ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അവിടെ നമ്മൾ ആ പ്രവേശന കവാടത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ തേയിലയുമായി ബന്ധപ്പെട്ട കുറച്ച് ചരിത്ര സംഭവങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു പ്രദർശനി ഒരുക്കിയിട്ടുണ്ട്. അവിടുന്ന് കടന്നു വരുമ്പോൾ കാണുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ ഒരു റോളിംഗ് മെഷീനുണ്ട്. ഈ മെഷീനിലേക്ക് ബക്കറ്റുകളിൽ ഇങ്ങനെ തേയില, നല്ല പച്ച നിറത്തിലുള്ള തേയില ആ ഇലകൾ കോരി നിറയ്ക്കുകയാണ്. ഈ മെഷീൻ ഇങ്ങനെ ക്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തേയില ഇങ്ങനെ ക്രഷ് ചെയ്ത് അതിന് ശേഷം ഈർപ്പമൊക്കെ മാറ്റി ക്രഷ് ചെയ്ത് താഴേക്ക് വിടുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ ഇത് വിശദമായി കാണാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഈ ഫാക്ടറി നല്ല സംവിധാനമാണ് സന്ദർശകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. തോട്ടം തൊഴിലാളികൾ നമ്മുടെ തോട്ടത്തിൽ നിന്നും പറിക്കുന്ന തേയിലകളെ കൃത്യമായി അത് ചാക്കുകളിലാക്കി ഫാക്ടറിയിലെത്തിക്കുകയും ഫാക്ടറിയിൽ എത്തിക്കുന്ന തേയില അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഏകദേശം ഒരു 5 ഘട്ടങ്ങളിലൂടെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. തേയില നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തപ്പെടുന്നത് ഈ ഘട്ടമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷമാണ്. ധാരാളം ഇലകളിങ്ങനെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ആ ഏരിയയിൽ. അവിടെ നിന്നും ഇത് ക്രഷ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബക്കറ്റുകളിലെ കോരി ആ മെഷീനിലേക്ക് ഇടുന്നതാണ് ആദ്യത്തെ ഒരു ഘട്ടം. നിരവധി സഞ്ചാരികളാണ് ഇവിടെ നിത്യേന സന്ദർശിക്കാൻ. ആയിരക്കണക്കിന് പേരാണ് നിത്യേന ഈ തേയില ഫാക്ടറി സഞ്ചരിക്കാൻ എത്തിച്ചേരുന്നത്. ആ ക്രഷ് ചെയ്യുന്ന മെഷീനിൽ ഇതിൻ്റെ സൈസ് വ്യത്യാസം അല്ലെങ്കിൽ ക്രഷ് ആകാത്തത് വീണ്ടും ആ മെഷീനിലേക്ക് തന്നെ കടത്തിവിട്ട് അതിനെ ക്രഷ് ചെയ്ത് താഴേക്ക് വിടുകയാണ് ചെയ്യുന്നത്. താഴെ അടുത്ത മെഷീനിലേക്ക് ഇത് താഴത്തെ ഫ്ലോറിൽ അടുത്ത മെഷീനിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ധാരാളം തൊഴിലാളികൾ ഓരോ ഏരിയയിലും പ്രത്യേകമായി അവരെ നിശ്ചയിച്ചിട്ടുണ്ട്. താഴെ വീഴുന്നതൊക്കെ തൂത്ത് അതിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. നേരത്തെ കണ്ട ഇലയുടെ രൂപം, പച്ച നിറത്തിലുള്ള ഇലയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. അത് ക്രഷായി തരി രൂപത്തിലേക്ക് മാറി ഒരു ബ്രൗൺ നിറത്തിൽ, കറുപ്പ് നിറത്തിനോട് അടുത്ത് വരുന്നൊരു ബ്രൗൺ നിറത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ആ ബ്രൗൺ നിറത്തിൽ അത് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഏരിയയിലേക്ക്, അടുത്ത മെഷീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തേയിലയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ പുളിപ്പിക്കൽ എന്ന് പറയുന്നത്. ഒരു തണുപ്പുള്ള ഒരു റൂമിലേക്ക് തേയിലയെ മാറ്റിയതിന് ശേഷം ആ ഫെർമെൻറ്റേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുന്നു. അതിന് ശേഷമാണ് ഇതിനെ ഈ ഡ്രയറിലൂടെയൊക്കെ കടത്തിവിട്ട് നമ്മുടെ ചൂട് താപനിലയൊക്കെ ക്രമീകരിച്ച് ചൂട് വായു അടിച്ച് അതിൻ്റെ ഈർപ്പം ലവലേശമില്ലാത്ത രീതിയിൽ അതിൻ്റെ പൂർണ്ണമായിട്ടും ഡ്രൈ ആക്കി അതിനെ മെഷീനുകളിലൂടെ കടത്തിവിട്ട് പാക്ക് ചെയ്ത് തരി രൂപത്തിലും അല്ല തീരെ പൊടിയായിട്ടൊക്കെയുള്ള രൂപത്തിൽ നമ്മളിലേക്കൊക്കെ എത്തിക്കുന്നത്. അത് പാക്ക് ചെയ്യുന്നത് തന്നെ 2 രീതിയിലാണ്. പ്രധാനമായിട്ടും അത് കൃത്യമായ അളവുകളിൽ അത് പാക്ക് ചെയ്ത് കണ്ടില്ല. ചൂടുവായൊക്കെ അടിക്കുന്ന ഏരിയയാണ്. അവിടുന്ന് തേയിലയായി പാക്കറ്റ് ചെയ്യുന്നിടത്ത് പോയിട്ടത് 2 തരത്തിലേക്ക് പാക്കറ്റുകളുടെ അളവുകളിൽ അത് പാക്ക് ചെയ്യുകയാണ്. വലിയ ചാക്കുകളിലും പാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പാക്കറ്റുകളിൽ തൊഴിലാളികൾ അത് വലിയ ബാഗുകളിൽ നിറയ്ക്കുന്നു. ഇവിടെ നമുക്കിത് വാങ്ങുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റുകളുണ്ട്. ഇതിനകത്ത് തന്നെ വിവിധ തരത്തിലുള്ള പലതരം തേയിലകൾ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. സുഗന്ധവ്യഞ്ജനങ്ങൾ അടങ്ങിയ തേയില ഉൾപ്പെടെ. അതുപോലെ ഇവിടെ നമുക്ക് തേയില ഇട്ട് ഇവിടുത്തെ ഫാക്ടറി തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലേക്ക് അവരുണ്ടാക്കിയ ചായ നമുക്ക് രുചിച്ച് നോക്കാം.